കൂട്ടുകാരെ, ഏഞ്ചൽസ് ഇൻ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ സുന്ദരിക്കുട്ടികളെ കാണാൻ ഇറങ്ങിയതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞാൻ വാട്ടർ പാൻറ്റായ ലോട്ടസിനെയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ലോട്ടസിനെ കണ്ടാലോ? വരൂ. ലോട്ടസിനെ കണ്ടിട്ട് പറഞ്ഞു നിൽക്കുന്നു. കൊടുക്കണം അപ്പം ഞാനിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുകളിലുള്ള ചെടികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നല്ല അടിപൊളി പിങ്ക് ക്ലൗഡാണ്. ഇതാണ് ഞാൻ പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞിരുന്നത്. പിങ്ക് തന്നെ ഉണ്ട് ഇതിൽ. നല്ല അടിപൊളി പിങ്ക് ക്ലൗഡാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പിങ്ക് ക്ലൗഡാണ്. മോൾ താമര വിരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ സാധാരണ താമരയൊക്കെ കണ്ടിട്ടു, അപ്പോൾ കുഞ്ഞു താമര ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മുകളിൽ കയറിയപ്പോഴാണ് അതിൻ്റെ മനോഹരം ഞാൻ കണ്ടത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണെന്ന് നിങ്ങളുടെ കൂടെ പറഞ്ഞു. ഇത് മാത്രമല്ല, കുറേ അധികം വെറൈറ്റികൾ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ പിന്നെ വെള്ളത്താമരയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നല്ല അടിപൊളി വെള്ളത്താമരയാണ്. അത് തന്നെ അതിൻ്റെ വെള്ളത്താമരയുടെ മുട്ടുമുണ്ട് കേട്ടോ. കണ്ട, നല്ല അടിപൊളി മുട്ടുകളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതാണ്ടോ നിൽക്കുന്നു. നല്ല അടിപൊളി വാട്ടർ പ്ലാന്റാണ് ലോട്ടസ് എന്ന് ഞാൻ ഇപ്പോഴാണ് കൈസാറുന്നത്. ശരിക്കും ഇതാണ്ടോ. പിന്നെ ഇതാ കുറേ വെറൈറ്റി ഉണ്ട്. ഇത് പൂ വന്നിട്ട് വാടിയ മുട്ടാണ്. കൂട്ടുകാരെ, എൻ്റെ വീട്ടിൻ്റെ മുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള ബൊഗൈൻവില്ലയാണ് ഇത്. എൻ്റെ കയ്യിൽ കുറച്ചധികം കളേഴ്സും ഉണ്ട് ഇതിൻ്റെ. ഞാൻ കാണിച്ചത് ഡാർക്ക് പിങ്കാണ്. ഇതും അതേപോലത്തതാണ്. ഇത് കുറേ ദിവസം ഇതിന് വാടാതെ ഇങ്ങനെ നിൽക്കും. ഇത് കാണാനും വളരെ മനോഹരമാണ്. പിന്നെ അടുത്ത് ഇത് അതിൻ്റെ പിങ്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ടൈപ്പ് കളേഴ്സ് ഉണ്ടെന്ന്. അതിൻ്റെ പിങ്കാണ് ഇത്. പിന്നെ വരുന്നത് അതേ കളറാണ്. പിന്നെ ഈ രണ്ടെണ്ണവും അതേ കളറാണ് വരുന്നത് കൂട്ടുകാരെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബൊഗൈൻവില്ലയാണ്. പിന്നെ അതാ ഈ കളർ ഇച്ചിരി ഡാർക്ക് മേലാണ്. കണ്ടോ, നല്ല അടിപൊളി കളറല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളറ്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു കളറാണ്. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ്. ഈ പേപ്പർ പൂ ഇങ്ങനെ നിരത്തിയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. കണ്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ വൈറ്റാണ് കേട്ടോ. വൈറ്റും അടിപൊളിയാണ്. ഇത് താഴെ നോക്കിയാലാണ് ഇതിൻ്റെ ലുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി യെല്ലോ കളറാണ് വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? ബൊഗൈൻവില്ല. ഇതും ബൊഗൈൻവില്ലയാണ്. നല്ല അടിപൊളി ബൊഗൈൻവില്ല. ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കിതിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മാത്രമല്ല, ഇത് കുറച്ചധികം വെറൈറ്റി കളറും കൂടെ. ഇത് നമ്മളെ ഒരു ഓറഞ്ച് കളറായിട്ട് വരും. എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും നല്ല രസമാണ്. എൻ്റെ വീട്ടിലുള്ള ഒരു അതിസൂപ്പറായ ഒരു മഞ്ഞ കളർ സുന്ദരിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോ. കൂട്ടുകാരെ, തീർന്നില്ല. താഴെ പോയി ഇനി നമുക്ക് ഒരുപാട് സുന്ദരികളെ കാണാനുണ്ട്. അപ്പം നമുക്കിങ്ങനെ പോയാലോ? കൂട്ടുകാരെ,
കൂട്ടുകാരെ ഇപ്പോഴുള്ള ഒരു ഫലം തരുന്ന ഒരു വൃക്ഷത്തെ കാണിക്കട്ടെ. ഇതാണ് പീനട്ട് ബട്ടർ മാൻ. ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് കായ്കളും കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഷുഗർ ഉള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. കാണിക്കണം. ആമ്പല്ലൊരു കുഞ്ഞു മുട്ട വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഇതിനിപ്പോ ഉടൻ തന്നെ കായ്ക്കും കേട്ടോ. ഹായ്, മുട്ട വന്നിരിക്കുന്നു കൂട്ടുകാരെ. ഇത് ഉടൻ തന്നെ ഇനി മുളയ്ക്കും. ഇനി ഇത് ഉടൻ തന്നെ പൂക്കും കേട്ടോ കൂട്ടുകാരെ. മുട്ട വിരിഞ്ഞില്ല, അത് കഴിഞ്ഞ ഉടൻ തന്നെ പൂക്കും. കുഞ്ഞു മുട്ടും കൂടെ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു മുട്ടും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ മുട്ട്. പിന്നെ ഇതാണ് കാക്കപ്പൂ. ഇത് എല്ലാവരുടെ അടുത്തും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളി കാക്കപ്പൂ അല്ലേ. പിന്നെ ഇത് അടിപൊളി പൂവാണിത്, ഓർക്കിഡ്. ഇത് നല്ല അടിപൊളി ഓർക്കിഡ. അങ്ങനെയുണ്ട് ഗൈസ്. ഹായ് കൂട്ടുകാരെ, നോക്കുക. അപ്പോൾ നല്ല അടിപൊളി പൂവാണ്. ഇതിന് ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കാണുന്നത്. നല്ല അടിപൊളി പൂവാട്ടോ. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പൂ വരാൻ, പക്ഷെ വന്നില്ല. ഇപ്പോഴാണ് അതിനൊരു പൂ വന്നത്. കൂട്ടുകാരെ, ഇതിൻ്റെ പേര് ലൻഡാന എന്നാണ്. നല്ല അടിപൊളി പിങ്ക് പൂവാണിത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായി കായ്ച്ച മാവിനെയാണ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചില്ല. പൂ വന്നതേ ഉള്ളൂ, കായ്ച്ചില്ല കേട്ടോ. ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ നട്ടതാണ് ഈ മാവ്. പക്ഷെ ഇപ്പോഴാണ് അതിലൊരു പൂ വന്നത്. കുഞ്ഞു മാവല്ലേ, അതിലെനിക്ക് സന്തോഷമുണ്ട്. പിടിക്കല്ലേ. ഇതാണ് പൂവ്. ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് 5 വർഷമായി. ഇപ്പോഴാണ് അതിന് പൂ വന്നത്. ഇത് ചെമ്പരത്തി. ഞാൻ മുട്ട കണ്ടപ്പം ഓക്കെ ഗൈസ്, ഇതാണ് ചെമ്പരത്തി. ഇത് മുല്ല പോലെ ഇരിക്കും. മുല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം പറിച്ച് തലയിൽ വരെ വെച്ചു. മുല്ല എന്ന് പറഞ്ഞു. പിന്നെ മണം, മുല്ലയുടെ മണമില്ല. അപ്പോഴാണല്ലേ അറിഞ്ഞത് മുല്ലേൻ്റെ. വേണ്ടോ, ഇതാണ് നമ്മളെ പൂ. ബ്രൈഡൽ ബൊക്കറ്റ്. ഇതാണ് നമ്മളെ ബ്രൈഡൽ ബൊക്കറ്റോ എന്ന് പറഞ്ഞത്. ഇതാണ് ബ്രൈഡൽ ബൊക്കറ്റ്. ഇത് മുല്ലേറെ ഒരു ടൈപ്പാണ്. ഇനി വരും കൂട്ടുകാരെ. അവിടെ കൂട്ടുകാരെ, ചെമ്പരത്തി വേണോ? ചെമ്പരത്തി നല്ല അടിപൊളി ഓറഞ്ച് കളർ ചെമ്പരത്തിയാണ് കേട്ടോ. റെഡ് ഉണ്ട്, പക്ഷെ അത് പൂത്തില്ല. റെഡ് ഞാൻ അവിടെ കാണിച്ചു തന്നായിരുന്നല്ലോ നിങ്ങൾക്ക്. അതിൻ്റെ ഓറഞ്ചാണിത്. നമ്മളെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. നല്ല അടിപൊളി ബട്ടർഫ്ലൈ വിങ്സ് ആണ്. ഇതാണ്ടോ പൂവ്, നല്ല കുഞ്ഞു പൂവ്. എനിക്ക് പറിച്ചെടുക്കാൻ തോന്നുന്നു, പക്ഷെ പറിച്ചെടുത്താൽ അന്നേരം നടിയുറപ്പ്. ഇതാണ് കോഴിപ്പൂവ്. പൂച്ചവാല കൂട്ടുകാരെ, ഇതാണ് നമ്മളെ പൂച്ചവാല്. ഇതാണ് പൂച്ചയുടെ വാല്. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് അതിനെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പണി. കൂട്ടുകാരെ, ഇത് സൂപ്പർ സീനല്ലേ? എങ്ങനെയുണ്ട്? പണ്ടത്തെ ഒരു പൂവാണ്. 2 എണ്ണം ആയിട്ടുണ്ട്. അന്നൊരു ദിവസം വിരിഞ്ഞു. അതെൻ്റെ പിങ്കിക്കുട്ടി എടുത്തോണ്ട് പോയി. അതുകൊണ്ട് അത് ഈ ചെടിയിൽ നിൽക്കുന്നത് അത്ര കണ്ടില്ല.
അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണാം. 2 പൂ വിരിഞ്ഞുകൊണ്ട് അടിപൊളിയാണ്. ഇതാണ് ക്യാൻഡിൽ ഫ്ലവർ. ഇത് അടിപൊളി വൈറ്റ് കളറിങ് ആണ് വരുന്നത്. കണ്ടോ, ഇതാ 2 എണ്ണം ഉണ്ട്. ഇത് അമ്മയും ഇത് കുഞ്ഞും. ഇത് നേരത്തെ കാണിച്ച പൂച്ചവാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഞാനൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. മറ്റത് താഴെ എന്നാണ് വെച്ചിരിക്കുന്നത്, കാരണം അത് വലുതായതുകൊണ്ട്. ഇത് ഹൈബ്രിഡാണ്, അത് വേറെയാണ്. ഇതതിൻ്റെ കുഞ്ഞുങ്ങളാണ്, പൂച്ചവാൽ. കുഞ്ഞു പൂച്ചയില്ലേ, അതിൻ്റെ വാലാണ് ഞാനിവിടെ പശു തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്നത് കൂട്ടുകാരെ. യൂഫോർബിയ. ഇതാണ് മുള്ളില്ലാത്ത ടൈപ്പ് യൂഫോർബിയ. എൻ്റെ പേര് കറക്റ്റായിട്ട് എൻ്റെ വായിൽ വരുന്നില്ല. നിത്യകല്യാണി. ഇതാണ് നിത്യറെഡിയ. നിത്യകല്യാണി. ഇതാണ് ഗൈസ് നിത്യകല്യാണി. കല്യാണീനെ പറിച്ച് ഞാൻ ഇവിടെ പശ തേച്ചൊട്ടിച്ചു. കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ഗാർഡനിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പം നമ്മളിപ്പം ടെറസിൻ്റെ മുകളിലത്ത് കുറച്ച് പ്ലാന്റിനെ പരിചയപ്പെടുത്തും, പിന്നെ താഴെ എല്ലാം പരിചയപ്പെടുത്തി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ലൈക്ക്, സബ്സ്ക്രൈബ് പ്ലീസ്.